ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കം. സ്പീക്കർ ഓം ബിർലയെ നീക്കണമെന്ന പ്രതിപക്ഷ പ്രമേയം ലോക്സഭ പരിഗണിക്കും. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും സംഭവവികാസങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ. കേരള തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 9 മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷകരായി തീരസംരക്ഷണ സേന. പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ വനിതകളെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ശാക്തീകരിക്കുന്നതിന് സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. खेत खलियान से लेकर अंतरिक्ष तक, स्वरोजगार से लेकर सेनाओं तक अपना योगदान दे रहे हैं. खेलकूद के क्षेत्र में हमारी बेटियों ने विश्व स्तर पर नए प्रतिमान स्थापित किए. ये बहुत प्रसन्नता की बात है कि महिलाओं के स्वास्थ्य, शिक्षा, सुरक्षा एवं आर्थिक सशक्तिकरण हेतु किए जा रहे राष्ट्रीय प्रयासों के बल पर अनेक क्षेत्रों में हमारी बहनों और बेटियां ये भागीदारी उनका बढ़ी है. വിദ്യാർത്ഥികൾ വിജയത്തിനായി കഠിനാധ്വാനം, അച്ചടക്കം, സമർപ്പണം എന്നീ 3 പ്രധാന തത്വങ്ങൾ പാലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ത്രിപുര സർവകലാശാലയുടെ 14ാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിൽ നിന്ന് വിട്ടുനിൽക്കാനും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് സാങ്കേതികവിദ്യ ക്രിയാത്മകമായി ഉപയോഗിക്കാനും ഉപരാഷ്ട്രപതി യുവാക്കളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. രാജ്യവികസനത്തിൽ സ്ത്രീകൾ നിർണായക സംഭാവന നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. आज भारत महिला सशक्तिकरण की नई गाथा लिख रहा है. राजनीति, प्रशासन, विज्ञान, खेल या समाज सेवा का क्षेत्र, भारत की नारी शक्ति हर क्षेत्र में एक नई ऊर्जा से आगे बढ़ रही है. 18,300 കോടി രൂപയുടെ ഡൽഹി മെട്രോ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഡൽഹി മെട്രോയുടെ 2 പുതിയ ഇടനാഴികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർലയെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ നാളെ പരിഗണിക്കും. അടുത്ത മാസം 2 വരെയാണ് രണ്ടാം ഘട്ടം. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറിയെന്നാരോപിച്ച് പ്രതിപക്ഷം ലോക്സഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് നൽകിയിരുന്നു. ഫെബ്രുവരി 13-നാണ് ആദ്യഘട്ട സമ്മേളനം അവസാനിച്ചത്. വിദ്യാഭ്യാസം, നൈപുണ്യം, സർവകലാശാല ടൌൺഷിപ്പുകൾ എന്നിവ സംബന്ധിച്ച ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വെർച്വലായി അഭിസംബോധന ചെയ്യും. വിദ്യാഭ്യാസവും നൈപുണ്യവും, ആരോഗ്യം, ആയുഷ്, വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സെഷനുകൾ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസം, നൈപുണ്യം, ആനിമേഷൻ, ഗെയിമിംഗ് എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന സംരംഭങ്ങളെക്കുറിച്ച് വെബിനാർ ചർച്ച ചെയ്യും. രാഷ്ട്രപതിയുടെ പശ്ചിമബംഗാൾ സന്ദർശനത്തിനിടെ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായ സംഭവത്തെ അപലപിച്ച് കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഒറാം. സംഭവം ദൌർഭാഗ്യകരമാണെന്നും ഗോത്ര സമൂഹത്തിന് ഏറെ ദുഃഖമുണ്ടാക്കിയതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പരമോന്നത പദവിയാണ് രാഷ്ട്രപതിയെന്നും അതിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കപ്പെടണമെന്നും ശ്രീ ജുവൽ ഒറോം വ്യക്തമാക്കി. വികസിത് ഭാരത് യുവ കണക്ട് പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 2047 രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ മേരാ യുവ ഭാരത് മൈ ഭാരതിന്റെ സഹായത്തോടെ കേന്ദ്ര യുവജന കായിക മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യതലസ്ഥാനത്തെ 35 കോളേജുകളിൽ നിന്ന് 10,000-ലേറെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വികസിതമാക്കുന്നതിന് നിർണായക പങ്കുവഹിക്കാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കൊൽക്കത്തയിൽ മൈ ഭാരത് യൂത്ത് വോളണ്ടിയർ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസന യാത്രയെ മുൻപന്തിയിൽ നിന്ന് നയിക്കേണ്ടത് യുവാക്കളാണെന്നും ശ്രീ മൻസുഖ് മാണ്ഡവ്യ ഓർമ്മിപ്പിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊൽക്കത്ത സന്ദർശിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർക്കൊപ്പം അദ്ദേഹം
രാത്രിയോടെ കൊൽക്കത്തയിലെത്തും. പശ്ചിമബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംഘം അവലോകനം ചെയ്യും. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ടോസ് നേടിയ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ന്യൂസിലൻഡ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 5 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 86 റൺ എടുത്തിട്ടുണ്ട്. കിരീടം നേടിയാൽ 3 തവണ ട്വന്റി ലോകകപ്പ് നേടിയ ആദ്യ ടീമായി ഇന്ത്യ മാറും. ഈ മാസം 25-ന് ഖത്തറിലെ ദോഹയിൽ ആരംഭിക്കാനിരുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ യോഗം മാറ്റിവച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ നിന്ന് 52,000-ലധികം ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. 32,000 പേർ ഇന്ത്യൻ വിമാനങ്ങളിലും ബാക്കിയുള്ളവർ വിദേശ വിമാനങ്ങളിലുമാണ് എത്തിയത്. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും സംഭവവികാസങ്ങൾ ഇന്ത്യ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ സാഹചര്യം കണക്കിലെടുത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയുള്ള 12ാം ക്ലാസ് പരീക്ഷകൾ CBSE മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. കേരള തീരത്ത് നിന്ന് 80 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട 9 മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. 2 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നാളെ രാവിലെ മൃതദേഹങ്ങൾ വിഴിഞ്ഞത്ത് എത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ കന്യാകുമാരിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് വിഴിഞ്ഞത്തിന് 80 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ടത്. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി വാർഷികാഘോഷത്തിന്റെ ഭാഗമായ പന്മന ആശ്രമ തീർത്ഥാടന സമാരംഭ സഭ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ഉദ്ഘാടനം ചെയ്തു. സ്വയം വളരുന്നതിനും നാടിന്റെ വികസനത്തിനും ആത്മീയത എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പുതുതലമുറയെ പഠിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. വനിതകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ നിർഭയ നിശ കേരളത്തിലുടനീളം നടപ്പാക്കും. സംസ്ഥാനതല ഉദ്ഘാടനവും പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും തിരുവനന്തപുരം മാനവീയം വീഥിയിൽ DGP റവാഡ ചന്ദ്രശേഖർ അല്പസമയത്തിനകം നിർവഹിക്കും. ബാങ്ക് വായ്പാ തട്ടിപ്പിൽ വ്യവസായി അനിൽ അംബാനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് നൽകിയ പരാതിയിലാണ് നടപടി. 2013-നും 2017-നും ഇടയിൽ അനിൽ അംബാനി ഉൾപ്പെടെയുള്ളവർ 1000 കോടിയിലധികം രൂപ ബാങ്കിനെ വഞ്ചിച്ച് ക്രമരഹിതമായ രീതിയിൽ ചെലവഴിച്ചെന്നാണ് പരാതി. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും ഈ മാസം 13 വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ ആന്ധ്രാപ്രദേശിലും കേരളത്തിലും മാഹിയിലും നാളെ വരെ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. സമാന കാലാവസ്ഥയായിരിക്കും അടുത്ത 4 ദിവസങ്ങളിൽ പശ്ചിമബംഗാളിലും സിക്കിമിലും അനുഭവപ്പെടുക. നേപ്പാൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി RSPക്ക് വൻ വിജയം. മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ 50,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ബാലേന്ദ്ര ഷാ ചരിത്ര വിജയം നേടിയത്. ഇതോടെ നേപ്പാളിലെ ആദ്യ മധ്യേസി പ്രധാനമന്ത്രിയായും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയായും 35-കാരനായ അദ്ദേഹം മാറും. നിലവിൽ 106 സീറ്റിൽ വിജയിച്ച RSP ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന് തോൽവി. ചൈനീസ് തായ്പേയ് താരത്തോട് നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ലക്ഷ്യ പരാജയപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് നാളെ തുടക്കം. സ്പീക്കർ ഓം ബിർളയെ നീക്കണമെന്ന പ്രതിപക്ഷ പ്രമേയം ലോക്സഭ പരിഗണിക്കും. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും സംഭവവികാസങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ. കേരള തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 9 മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷകരായി തീരസംരക്ഷണ സേന. 2 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.